MSC എൽസ 3ക്ക് ശേഷം കേരള തീരത്ത് മറ്റൊരു കപ്പൽ കൂടി അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് വെച്ച് തീപിടിച്ചത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് 503 കപ്പലാണ്. 20 വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത്. കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവശേവ തുറമുഖത്തേക്ക് പോകുകയായിരുന്നു. അപകട സമയത്ത് മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത്. കൊളംബോയിൽ നിന്ന് യാത്ര തുടങ്ങി 11 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് അപകടം. കോഴിക്കോട് തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത്. അപകട സമയത്ത് 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. 18 പേർ കടലിൽ ചാടി. 2005 നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത്. 269 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ. 4 ജീവനക്കാർക്ക് എന്ത് സംഭവിച്ചുവെന്ന വിവരം ഇല്ല. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഉൾപ്പെടെ കപ്പൽ ഉപേക്ഷിച്ചു. കപ്പലിൽ പലതവണ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് ലഭിക്കുന്ന വിവരം. 20 കണ്ടെയ്നർ കടലിൽ വീണു. കടലിൽ ചാടിയ ജീവനക്കാർ രക്ഷാ ബോട്ടുകളിൽ ഉണ്ടെന്നാണ് വിവരം. കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ കപ്പലിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകളും അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയമുണ്ട്. ഇവരെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുവാൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിന്റെ നിലവിലെ സ്ഥിതി വിവരങ്ങൾ ഇന്ത്യ സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് കൈമാറി. BSM എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടു. 42,000 ടൺ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഈ കപ്പൽ അതിന്റെ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. തീ പടരുവാനുണ്ടായ കാരണം വ്യക്തമല്ല. തീ അണയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ കപ്പലുകളിൽ ഉണ്ടെങ്കിലും നിയന്ത്രണ വിധേയം അല്ലാത്തതുകൊണ്ടായിരിക്കണം ജീവനക്കാരെല്ലാം കപ്പൽ ഉപേക്ഷിച്ചത്. കപ്പൽ കമ്പനിയുമായി ആശയവിനിമയം നടത്തി അവർ അനുവദിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിക്കുന്നത്. തീ പടരുന്നതിനൊപ്പം പൊട്ടിത്തെറികളും ഉണ്ടാകുന്നുണ്ട്. നിലവിലെ നിലയിൽ തുടർന്നാൽ കപ്പൽ ഒരു അഗ്നിഗോളമായി മാറാനും ശേഷിച്ച ഭാഗം കടലിലേക്ക് മുങ്ങുവാനും സാധ്യതയുണ്ട്. കേരള തീരത്തെ വലിയ ആഘാതത്തിലേക്കായിരിക്കും ഈ രണ്ടാമത്തെ ദുരന്തം തള്ളിവിടുക. കത്തുന്ന കപ്പലിൽ നിന്ന് ഉയരുന്നത് വിഷപുകയുമാണ്. വായു മലിനീകരണത്തിന് ഇത് കാരണമാകും. ലോകത്ത് കോടിക്കണക്കിന് കപ്പലുകളിൽ ചരക്ക് നീക്കം ദിനവും നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഒരു തീപിടുത്തം അപൂർവമാണ്. അഥവാ ചെറിയ തീപിടുത്തം ഉണ്ടായാൽ തന്നെ കാര്യക്ഷമമായ രീതിയിൽ അത് അണയ്ക്കാറുണ്ട്. കേരള തീരത്ത് കപ്പലുകളെ മുങ്ങാനും കത്താനും ഒക്കെ വിടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ആണ് ഉയരുന്നത്. കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സംവിധാനത്തെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണോ ഈ കപ്പൽ കമ്പനികൾ? വളരെ വേഗത്തിൽ ഇൻഷുറൻസ് നേടിയെടുക്കുവാൻ കേരള തീരത്തെ കപ്പലുകളുടെ ശവപ്പറമ്പായി മാറ്റുകയാണോ? MSC എൽസ 3 മുക്കിയതാണോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ വാൻഹായ് 503 കത്തിച്ചതാണോ എന്ന ചോദ്യം ഉയരുകയാണ്.